സർക്കാർ ഗവർണർ പോരിൽപ്പെട്ട് നാഥനില്ലാ കളരിയായി സംസ്ഥാനത്തെ സർവകലാശാലകൾ. 13-ൽ 12 സർവകലാശാലകളിലും സ്ഥിരം വിസിമാർ ഇല്ല. സെർച്ച് കമ്മിറ്റിക്കുള്ള പ്രാഥമിക നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. 66 സർക്കാർ കോളേജുകൾ പ്രവർത്തിക്കുന്നതാകട്ടെ പ്രിൻസിപ്പൽമാരില്ലാതെയാണ്. 3 തവണ പ്രമോഷൻ പട്ടിക റദ്ദാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. 2022 ഒക്ടോബറിൽ വിവിധ സർവകലാശാലകളിലെ വിസിമാരെ ഗവർണർ പുറത്താക്കിയെടുത്തുവെന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള സർക്കാർ ഗവർണർ പോര് അവിടെ ആരംഭിച്ചു. ചാൻസലർക്കെതിരെ പ്രതിരോധം തീർക്കാൻ തീരുമാനിച്ച സർക്കാർ വിസി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന നിയമഭേദഗതി ആദ്യം തയ്യാറാക്കി. പിന്നാലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്ന ബില്ലും. ഇത് രണ്ടും ഗവർണർ അംഗീകരിക്കാതായതോടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടെന്ന് സർക്കാരും തീരുമാനിച്ചു. അന്നു മുതൽ താൽക്കാലിക വിസിമാരാണ് സർവകലാശാലകൾ നിയന്ത്രിക്കുന്നത്. മറുവശത്ത് സർക്കാർ കോളേജുകളിലും അവസ്ഥ വ്യത്യസ്തമല്ല. സംസ്ഥാനത്തെ 66 സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്കുള്ള പ്രൊമോഷൻ പട്ടിക 3 തവണയാണ് റദ്ദാക്കിയത്. 4ാമത്തെ പട്ടികയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ട് 10 മാസം പിന്നിട്ടു. താൽക്കാലിക പ്രിൻസിപ്പൽമാരായി നിയമിക്കപ്പെട്ടവർ ഇടതധ്യാപക സംഘടനയുടെ പ്രതിനിധികളാണെന്നും സംഘടനയുടെ സമ്മർദ്ദം മൂലമാണ് പട്ടിക നീളുന്നതെന്നും ആരോപണമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.